പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ വേദഭാഗം റോമർ 6:23 വളരെ സുപരിചിതമായ ഒരു വാക്യമാണ്. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വിചാരത്തിലും പ്രവൃത്തിയിലും നമ്മുടെ വാക്കുകളിൽ നമ്മൾ പലവിധമായ തെറ്റുകൾ ചെയ്യുന്നവരാണ്. ഒരു ജീവിതം നമുക്ക് ദൈവം ദാനമായിട്ട് തരുമ്പോൾ നാം അളവില്ലാത്ത രീതിയിൽ നാം തെറ്റുകുറ്റങ്ങൾ, പാപങ്ങൾ ചെയ്യാറുണ്ട്. ആ പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. നാം മരിച്ചവരാണ്. നാം പാപത്തിൽ മുങ്ങി ജീവിക്കുന്നവരാണ്. അതിൻ്റെ ശമ്പളം തീർച്ചയായിട്ടും മരണമാണ്. എന്നാൽ ദൈവത്തിൻ്റെ സൗജന്യമായിട്ടുള്ള രക്ഷ, കർത്താവായ യേശു ക്രിസ്തുവിൽ ഉള്ള നിത്യജീവനാണ്. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കർത്താവ് മരണം വരിച്ചു. കാൽവറിയിൽ അവസാന തുള്ളി രക്തവും നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കർത്താവ് ഊറ്റി. ദൈവത്തിൻ്റെ ഒരു വലിയ പദ്ധതിയായിരുന്നു മരണത്തിൽ നിന്ന്, പാപത്തിൽ നിന്ന് നമ്മളെ വിടുവിക്കണമെന്ന്. അതിന് സ്വന്തം മകനെ തന്നെ ഈ ലോകത്തിലേക്ക് ദൈവം തമ്പുരാൻ അയച്ചു. സൗജന്യമായിട്ടുള്ള രക്ഷ, നിത്യജീവൻ നമുക്ക് തന്നിരിക്കുന്നു. ഇത് വലിയൊരു പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ ഇല്ല. പാപികളായ മരണം വരിച്ച നമ്മളെ കർത്താവിൻ്റെ രക്തത്തിൽ ശുദ്ധീകരിച്ച് നമുക്ക് നിത്യജീവൻ കർത്താവ് വാഗ്ദത്തം ചെയ്യുന്നു. അതിനായിട്ട് നാം എന്ത് ചെയ്യണം? നമ്മുടെ പാപ സ്വഭാവങ്ങളെ മുഴുവനായിട്ട് വെടിഞ്ഞ് ദൈവത്തോടുള്ള അഭേദ്യ ബന്ധത്തിലും ബഹുമാനത്തിലും ആരാധനയിലും നമ്മുടെ ജീവിതത്തെ നയിക്കാം. അതിന് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ ക്രിയ ചെയ്യട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവെ, അവിടുന്ന് നിന്ന് ദിവസത്തിനായി സ്തോത്രം ചെയ്യുന്നു. പാപത്തിൻ്റെ ശമ്പളം മരണമാകുന്നു. എങ്കിലും ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. ആ നിത്യജീവനെ പ്രാപിപ്പാൻ ഞങ്ങൾക്ക് ഈ ലോകത്തിൽ ഞങ്ങളുടെ പാപസ്വഭാവങ്ങളെ ത്യജിച്ച് ദൈവത്തിലുള്ള വിശ്വാസവും ആരാധനയിലും ബഹുമാനത്തിലും ജീവിപ്പാൻ ഞങ്ങളെ എല്ലാവരെയും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.